നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പുതിയ റിക്രൂട്ട്മെന്റിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലായി 500 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, അസിസ്റ്റന്റ് മാനേജർ IT എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് മെയ് 20 ആദ്യം തന്നെ നമുക്ക് വേക്കൻറ്റ് പൊസിഷൻസ് ആൻഡ് പേ ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് പോസ്റ്റിലേക്ക് 250 ഒഴിവുകളാണുള്ളത്. അതിൽ SC 37 ഒഴിവുകളുണ്ട്, ST 18, OBC 67, EWS 25, UR അതായത് ജനറൽ കാറ്റഗറീസിനാണെങ്കിൽ 103 ഒഴിവുകളാണ് ഉള്ളത്. അതേപോലെ അസിസ്റ്റന്റ് മാനേജർ IT പോസ്റ്റിലാണെങ്കിൽ 250 ഒഴിവുകളുണ്ട്. അതിൽ SC 37, ST 18, OBC 67, EWS 25, UR 103 ഒഴിവുകൾ. അതേപോലെ ഡിസബിലിറ്റി കാറ്റഗറീസിനും ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ളവർക്ക് 2, ഹിയറിംഗ് ഇമ്പയർമെന്റ് 3, OC 3, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസിന് 2 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 48,480 മുതൽ 85,920 വരെയാണ്. കൂടാതെ DA, സ്പെഷ്യൽ അലവൻസ്, താമസ സൗകര്യം, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്നിവയും ലഭ്യമാണ്. അപ്പൊ അപേക്ഷിക്കുമ്പോൾ ഒരു പോസ്റ്റിലേക്ക് മാത്രം അപേക്ഷിക്കുക. അതേപോലെ സെലക്ട് ചെയ്യപ്പെടുന്നവര് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യപ്പെടാം. അപേക്ഷിക്കുന്ന ആൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ നേപ്പാൾ, ഭൂട്ടാൻ പോലുള്ള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരതാമസത്തിനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി ആവശ്യമാണ്. കൂടാതെ CA, CMA, CS അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ ഉള്ള MBA, MMS, PGDM, PGDBM-ൽ കുറഞ്ഞത് 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതിൽ SC, ST, OBC, PWBD വിഭാഗങ്ങൾക്കാണെങ്കിൽ 55% മാർക്ക് മതി. ഇപ്പൊ ഈ കോഴ്സുകൾ ഫുൾ ടൈം 2 വർഷത്തേക്കുള്ളൊരു കോഴ്സ് ആയിരിക്കണം. ഡ്യുവൽ സ്പെഷ്യലൈസേഷനുകളാണെങ്കിൽ ഫിനാൻസ് ആയിരിക്കണം മേജർ സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തിരിക്കേണ്ടത്. എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് PSU അല്ലെങ്കിൽ BFSI മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. നിർബന്ധമില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എക്സ്പീരിയൻസ് ഞാൻ ഈ പറഞ്ഞ PSU ബാങ്ക് അല്ലെങ്കിൽ BFSI മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മുൻഗണന കിട്ടും. നെക്സ്റ്റ് അസിസ്റ്റന്റ് മാനേജർ IT പ്രായപരിധി പറയുന്നത് 22 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കട്ട് ഓഫ് തീയതി 1/4/2025 കണക്കാക്കിയാണ്. ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA, MSc IT, MS അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ 5 വർഷം ഇന്റഗ്രേറ്റഡ് MTech ഏതെങ്കിലും ഒരു സ്ട്രീമിൽ, അതായത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് CS, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് കുറഞ്ഞത് 1 വർഷം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ IT ഡൊമൈൻ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ, അതായത് ക്ലൗഡ് ഓപ്പറേഷൻ, ക്യൂബർനെറ്റ്സ്, നെറ്റ്വർക്കിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ജനറേഷൻ AI, അതേപോലെ വിൻഡോസ്, ലിനക്സ്, യുണിക്സ് അഡ്മിൻ, ഡാറ്റാബേസ് അഡ്മിൻ, ഡാറ്റാ സെന്റർ ഓപ്പറേഷൻസ്, API ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ AWS, Azure, GCP, CCNA, CISS, CEH, പൈത്തൺ, പവർ BI, അതേപോലെ ഒറാക്കിൾ, PG, MuleSoft തുടങ്ങി നിരവധി ടെക്നിക്കൽ സർട്ടിഫിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ മുൻഗണന ലഭിക്കും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ ഒരു ഫുൾ ടൈം പെർമനന്റ് ജോലി ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ എക്സ്പീരിയൻസ് അംഗീകരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷമായിരിക്കണം എക്സ്പീരിയൻസ് നേടിയിരിക്കുന്നത്. കൂടാതെ ഒഫീഷ്യൽ ഫോർമാറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അനക്ഷർ 2 ഫില്ല് ചെയ്ത് സ്ഥാപനത്തിലെ കമ്പറ്റന്റ് അതോറിറ്റി സൈൻ ചെയ്തിരിക്കണം. കൂടാതെ അതിൽ ജോലി ചെയ്ത ഡ്യൂറേഷൻ എത്രയാണ്, നിങ്ങളുടെ പോസ്റ്റ് എന്തായിരുന്നു, നിങ്ങൾ ചെയ്ത ജോലികൾ എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചിരിക്കണം. അനക്ഷർ 2 ഈ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ ഉണ്ട്. അല്ലാതെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാലറി സ്ലിപ്പ്, പേ സ്ലിപ്പ് തുടങ്ങിയവയൊന്നും ഒരു തെളിവായിട്ട് അവർ സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. SC STക്ക് 5 വർഷം ഇളവ് ലഭിക്കും. അതേപോലെ OBC നോൺ ക്രിമിലെയർ ആണെങ്കിൽ 3 വർഷം, PWBDക്ക് ആണെങ്കിൽ 10 വർഷം, എക്സ് സർവീസ്മാൻ 5 വർഷം, അതുപോലെ തന്നെ 1984 റൈറ്റ് ബാധിച്ചവരാണെങ്കിൽ 5 വർഷവും ഇളവ് ലഭിക്കും.
അതുപോലെ തന്നെ സെലക്ട് ആയ കാൻഡിഡേറ്റ്സിന് 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. അതേപോലെ 3 വർഷം ബാങ്കിൽ ജോലി ചെയ്യണമെന്ന ബോണ്ട് അവർ ഒപ്പുവയ്ക്കേണ്ടി വരും. അതിനു മുമ്പ് ജോലി വിട്ടാൽ 2,50,000 പ്ലസ് ആപ്ലിക്കബിൾ ടാക്സസ് ബാങ്കിന് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്ക്രീനിങ്, ഇന്റർവ്യൂ എന്നിവയിൽ ഒന്നിലധികമോ ആയിട്ട് സെലക്ഷൻ പ്രോസസ് നടക്കാം. നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് ഫസ്റ്റ് കോമൺ സബ്ജക്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സിന്. അതേപോലെ റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്സ്. അപ്പൊ ടൈം 75 മിനിറ്റ്സ് ആണ്. അതേപോലെ പാർട്ട് 2 പ്രൊഫഷണൽ നോളജ് ആയിരിക്കും. അത് 75 ക്വസ്റ്റ്യൻ 150 മാർക്സ്. ടൈം 75 മിനിറ്റ്സ്. അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 150, മാക്സിമം മാർക്സ് 225. അപ്പൊ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പൊ ഓരോ തെറ്റായ ഉത്തരത്തിനും നൽകിയ മാർക്കിന്റെ 25% കുറയ്ക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ 50 മാർക്ക്. അതിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വേണ്ടത് ജനറൽ EWSനാണെങ്കിൽ 25, SC/ST OBCക്ക് ആണെങ്കിൽ 22.5. അതേപോലെ GD നടത്തുകയാണെങ്കിൽ GDയിൽ പാസ്സായവർക്ക് ഇന്റർവ്യൂവിന് ഹാജരാകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂവിന് 50 മാർക്ക് വേണം. അതിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് ജനറൽ EWSന് 25, SC/ST OBC PWBD ആണെങ്കിൽ 22.5 വേണം. അപ്പൊ ഇന്റർവ്യൂവില് കാൻഡിഡേറ്റ്സിന്റെ അക്കാഡമിക് ആൻഡ് ജോബ് റിലേറ്റഡ് നോളജ് എത്രയാണെന്ന് അവർ നോക്കും. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രയുണ്ട്, അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എങ്ങനെയാണ്, ജനറൽ ഡൊമൈനർ, ഹോബീസ്, ക്ലാരിറ്റി ഓഫ് തോട്ട്, അങ്ങനെ നമ്മുടെ ഓവറോൾ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് അവർ പരിശോധിക്കും. ഫൈനൽ സെലക്ഷൻ വരുന്നത് ഒന്നുകിൽ ഓൺലൈൻ എക്സാം പ്ലസ് ഇന്റർവ്യൂ ആയിരിക്കും. അതിൽ രണ്ടിലും നേടുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും സെലക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ മാത്രമായിട്ട് നടക്കാം. അതായത് ഇന്റർവ്യൂ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ എക്സാം ഇല്ലാതെ GD പ്ലസ് ഇന്റർവ്യൂ ആയിട്ട് നടത്താം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത്. ഇനി ഇന്റർവ്യൂ സമയത്ത് നമ്മൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റർവ്യൂ കോൾ ലെറ്റർ, വാലിഡ് ആയിട്ടുള്ള പ്രിന്റ് ഔട്ട്, അതേപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അത് സിസ്റ്റം ജനറേറ്റ് ചെയ്തത്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, നമ്മുടെ ID പ്രൂഫ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് SC/ST OBC എല്ലാവർക്കും ഉള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത്, അതേപോലെ ക്രിമി ലെയർ OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, PWBD സർട്ടിഫിക്കറ്റ്, അതേപോലെ ലെസ് ദാൻ 40% ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എഴുതാൻ സഹായിക്കേണ്ട സ്ക്രൈബ് ആവശ്യമാണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകേണ്ടതാണ്. അതേപോലെ നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ സ്ക്രൈബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് വെബ്സൈറ്റിൽ നിന്ന് സ്ക്രൈബ് ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം. അതിന്റെ വിശദാംശങ്ങൾ എല്ലാം എഴുതി ഫില്ല് ചെയ്ത് ഇന്റർവ്യൂ കോൾ ലെറ്ററിനോടൊപ്പം കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ, ഓൾറെഡി റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ചാർജ് ബുക്ക്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ, റാങ്ക് പ്രൂഫ് ഇവ കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് PSU എംപ്ലോയിഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ NOC കൊണ്ടുവരിക. 1984 റൈറ്റ് വിക്ടിംസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നൽകുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഉള്ളവരാണെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കരുതുക. അതേപോലെ കാറ്റഗറി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് SC/ST OBC EWS PWBD ഉള്ളവർക്ക് അവരുടെ സംഘങ്ങളുടെ അതോറിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കരുതിയേക്കുക. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഇന്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് www.unionbankofindia.co.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഫീസ് വരുന്നത് SC/ST PWBDക്ക് 177 രൂപയാണ്. മറ്റെല്ലാ കാറ്റഗറീസിനും 1180 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ www.unionbankofindia.co.in റിക്രൂട്ട്മെന്റ്സിൽ കറന്റ് റിക്രൂട്ട്മെന്റ്, അതിൽ യൂണിയൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് പ്രോജക്ട് 2025-26 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID നമ്മുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും ഒക്കെ ആക്റ്റീവ് ആക്കി വെക്കുക.
അപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി വായിച്ച് ഉറപ്പാക്കിയതിന് ശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. ഫീസ് അടയ്ക്കുക. ഫീസ് അടയ്ക്കുമ്പോൾ കിട്ടുന്ന ഫീസ് അടയ്ക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കാനുള്ള. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ, അതേപോലെ നെറ്റ് ബാങ്കിങ്, UPI, മൊബൈൽ വാലറ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. പേയ്മെന്റ് സക്സസ് ആയാൽ നമുക്ക് ഈ റെസിപ്റ്റ് പ്രിന്റ് ലഭിക്കും. അതുപോലെ തന്നെ അപേക്ഷാ ഫോം, അപേക്ഷാ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന അപേക്ഷാ ഫോം, അതേപോലെ ഈ റെസിപ്റ്റ് പ്രിന്റ്, ഇതൊക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപേക്ഷ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോ, സൈൻ, അതേപോലെ ഇടത് കൈയിലെ തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്യുക. എല്ലാ വിശദവിവരങ്ങളും നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് പ്രിവ്യൂ ടാബ് ഉപയോഗിച്ചിട്ട് അവസാനമായിട്ട് ഒന്നുകൂടി പരിശോധിക്കുക. എല്ലാം ശരിയാണെന്ന് ഉറപ്പായാൽ മാത്രം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ പേയ്മെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് ബാങ്കിലേക്ക് ഒന്നും ഈ പ്രിന്റ് ഔട്ട് അയക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ യൂണിയൻ ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. പക്ഷേ അവരുടെ അപേക്ഷ HR വകുപ്പിലൂടെ പ്രോപ്പർ ചാനലിൽ അയക്കണം. തിരഞ്ഞെടുത്താൽ അവർ പുതുതായിട്ട് ജോലിയിൽ ചേരേണ്ടി വരും. അതുപോലെ തന്നെ എക്സാമിനും ഇന്റർവ്യൂവിനും മറ്റു ഘട്ടങ്ങൾക്കുമായിട്ട് ബാങ്ക് നൽകുന്ന അറിയിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് www.unionbankofindia.co.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.